അടിമത്തം എന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ലോകമുണ്ടായപ്പോൾ മുതൽ നമ്മൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അടിമകളാണ്. ഐരൂർ സ്വരൂപത്തിൻ്റെ അടിമകളെൻ്റെ പൂർവികർ. അച്ഛൻ്റെ അച്ഛനും ചേട്ടനും തെങ്ങുകയറ്റക്കാർ. ഒരുപക്ഷെ വ്യവസ്ഥിതികളോടുള്ള അടിമത്തമാകാം, ജാതി ചിന്തകളോടുള്ള അടിമത്തമാകാം, മുതിർന്നവരോടുള്ള അടിമത്തമാകാം, അച്ഛനോടോ അമ്മയോടോ ഗുരുക്കന്മാരോടോ ഉള്ള അടിമത്തമാകാം. പലപ്പോഴും നമ്മൾ നിശബ്ദരായി പോകാം ഈ അടിമത്തം കാരണം. എപ്പോഴും ഒരു കാലിൽ ആ ചങ്ങലയുണ്ട്. നാം ഉണർന്നുണർന്ന് പ്രവർത്തിക്കുമ്പോഴും പുരോഗതി വേണമെന്ന് ചിന്തിക്കുമ്പോഴും മാറ്റങ്ങൾ വേണമെന്ന് തീരുമാനമെടുക്കുമ്പോഴും നമ്മളെ പിറകോട്ട് വലിക്കുന്ന ഒരു ചങ്ങലയുണ്ട്. അതാണ് അടിമത്തം. ഐരൂർ സ്വരൂപത്തിൻ്റെ അടിമകളെൻ്റെ പൂർവികർ. അച്ഛൻ്റെ അച്ഛനും ചേട്ടനും തെങ്ങുകയറ്റക്കാർ. അച്ചാച്ചൻ്റെ ബ്ലാക്ക് വൈറ്റ് മരണചിത്രം കണ്ടതോർമ്മയിലുണ്ട്. താവളി നെടുമ്പുള്ളി. മനക്കാരുടെ നോട്ടക്കാർ നോക്കെത്താത്ത പറമ്പുകൾ. അതിലൊന്നിൽ കിളിക്കൂടുപോലമ്മ വീട്. കെ ശിവദാസൻ്റെ ആത്മകഥ എന്ന കവിതയിൽ അടിമത്തം വളരെ ശക്തമായി ആവിഷ്കരിച്ചിരിക്കുന്നു. ഒരു കാലിൽ പട്ടാള ബൂട്ട്, മറ്റേ കാലിൽ അടിമത്തത്തിൻ്റെ ചങ്ങല. നമുക്ക് ഒരിക്കലും മോചനമില്ലേ ഈ അടിമത്തത്തിൽ നിന്നും? വരേണ്യവർഗത്തിന് മുന്നിൽ കീഴടങ്ങുന്നത് മാത്രമല്ല അടിമത്തം. ഒരു കാലത്ത് ജാതി സമ്പ്രദായം കൊടികുത്തി വാണിരുന്ന സമയത്ത് അടിമകളായിരുന്ന, വരേണ്യവർഗത്തിൻ്റെ അടിമകളായിരുന്ന കുറേ അടിയാളന്മാർ. അതുമാത്രമാണോ അടിമത്തം? നമ്മൾ ഏതെല്ലാം വ്യവസ്ഥകൾക്ക് അടിമപ്പെട്ടു പോകുന്നു. നമ്മുടെ ചിന്തകളെ ബലി കഴിക്കുന്നു. നാം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ വേണ്ടെന്ന് വയ്ക്കുന്നു. എല്ലാം അടിമത്തമല്ലേ? പൂർവികർ പറഞ്ഞത് അതേപടി ചൊല്ലിപ്പഠിച്ച് അതേപടി ചൊല്ലിപ്പറഞ്ഞ് മുന്നോട്ട് പോകുന്ന നമ്മൾ സത്യമല്ലെന്ന് ആർക്കും പറയാൻ പറ്റുകയില്ല. കാരണം അത്രമാത്രം പല കാര്യങ്ങളിലും നമ്മൾ അടിമകളായി മാറിയിരിക്കുന്നു. ഇതിനെ പൊട്ടിച്ചെറിയാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് സ്വാതന്ത്ര്യം. ദലിത് സാഹിത്യം മാത്രമല്ല, ഏത് സാഹിത്യവും എടുത്തു നോക്കൂ, എവിടെയും ഒരു അടിമയെ നമുക്ക് കാണാം. ആമന്മാർ മീൻ പിടുത്തക്കാർ, സ്വന്തക്കാരും ബന്ധുക്കാരുമേറെ, എന്നിട്ടും ജനിച്ചെന്നേ. കുഞ്ഞാമൻ്റെ ജീവിതാനുഭവമാണ് വിശപ്പ്. അവിടെ അതിശയോക്തിയില്ല. അനുഭവിച്ച ജീവിത കയ്പുകൾ. 2 പട്ടികൾ ഭക്ഷണത്തിന് വേണ്ടി കടിപിടി കൂട്ടുന്നു. അതിലൊന്ന് മനുഷ്യൻ തന്നെയാണ്. നായയും മനുഷ്യനും തമ്മിൽ ഭക്ഷണത്തിന് വേണ്ടി പൊരുതുന്ന കാഴ്ച. വിദ്യാഭ്യാസം അക്ഷരം നേടാനുള്ള ഒരു അവസരമായിട്ട് ചിന്തിക്കാതെ ഭക്ഷണം കിട്ടുവാനുള്ള, വിശപ്പ് മാറ്റുവാനുള്ള ഒരു അവസരം മാത്രമായി മാറിയിരുന്ന ഒരു കാലം. സ്കോളർഷിപ്പിന് വേണ്ടി മാത്രം സ്കൂളിൽ എത്തിച്ചേരുന്ന കുട്ടികൾ ഇപ്പോഴുമുണ്ട്. അത്രയും സാമ്പത്തിക പരാധീനതകളുള്ള കുടുംബങ്ങൾ. എത്രയൊക്കെ ഉയർത്താൻ ശ്രമിച്ചാലും താണു പോകുന്ന ഒരു സമൂഹം. ഉയരാൻ അവസരങ്ങൾ കിട്ടാതെ പോകുന്നവർ, അവസരങ്ങൾ ഉണ്ടായിട്ടും അതിലേക്ക് എത്തിപ്പെടാത്തവർ. ഇതിനെയൊക്കെ അതിജീവിച്ച് ഉയർന്ന വിദ്യാഭ്യാസം നേടിയ കുഞ്ഞാമൻ എന്ന വ്യക്തി. നമ്മുടെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ
ഇതേപോലെയുള്ള എത്രയോ എത്രയോ വ്യക്തികളുണ്ട്. നമ്മുടെ നേതൃനിരയിലേക്ക് എത്തപ്പെട്ട എത്രയോ എത്രയോ വ്യക്തികൾ. ജീവിതം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു, വിശപ്പ് നിറഞ്ഞതായിരുന്നു. അതിനെയൊക്കെ അതിജീവിച്ച് ഉയർന്ന വിദ്യാഭ്യാസവും ഉയർന്ന കാഴ്ചപ്പാടുമൊക്കെ നേടിയെടുത്ത എത്ര ആൾക്കാരുണ്ടായിരുന്നു. കുഞ്ഞാമൻ്റെ അനുഭവങ്ങളിലൂടെ അതേപോലെയുള്ള എത്രയെത്ര വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. വിശപ്പ് തന്നെയാണ് ഏറ്റവും വലിയ സത്യം. ഏറ്റവും വലിയ വേദനയും വിശപ്പ് തന്നെയാണ്. മറ്റെല്ലാം നമുക്ക് ഒഴിവാക്കാം, പക്ഷേ കാളുന്ന വയറിൻ്റെ വേദന അത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റുകയില്ല. അതിന് പരിഹാരം കണ്ടേ തീരൂ. ലോക സാഹിത്യത്തിലെ എത്രയെത്ര കഥകൾ, കവിതകൾ വിശപ്പിനെ ചുറ്റിപ്പറ്റിയുള്ളത്. മുൾക്രാജ് ആനന്ദിൻ്റെ അൺടച്ചബിൾ എന്ന കൃതിയിൽ ഒരു ദലിത് ചെറുപ്പക്കാരൻ്റെ അയിത്തവും വിശപ്പും നിറഞ്ഞ ഒരു ദിവസം നമ്മൾ കാണുന്നു. ഓ ഹെൻറിയുടെ ദി ലാസ്റ്റ് ലീഫ് ന്യൂയോർക്കിലെ ദാരിദ്ര്യവും ന്യൂമോണിയയും നിറഞ്ഞ ഒരു കാലം വരച്ചു കാട്ടുന്നു. ഓം പ്രകാശ് വാൽമീകിയുടെ ജൂതൻ എന്ന കഥയിലും ഇതേപോലെ അപമാനവും ദാരിദ്ര്യവും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നു.